ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല പവർ ഇരുന്നോട്ടെ, പവർ വേണം. അജാതി മുതലാണ് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത്. അതായത് മാർട്ടിൻ ടീസർ കണ്ടിട്ട് ഞെട്ടി ധരിച്ചായിരുന്നു. ഐറ്റം ഇപ്പൊരു ഐറ്റായിരുന്നു. എന്തായാലും ഇതിന്റെ ട്രailer 1 വന്നിട്ടുണ്ട്. ഇതിന്റെ ഹിന്ദിയാണ് കേട്ടോ. യെസ്, കന്നഡ ഇതുവരെ എത്തിയിട്ടില്ല. കന്നഡ അവിടെ വൻ ലോഞ്ചിങ്ങോ പരിപാടിയൊക്കെ നടക്കുന്നുള്ളൂ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടേ വരുന്നുണ്ടാവുള്ളൂ. എന്താണെങ്കിലും ഹിന്ദി നേരത്തെ വിട്ടിട്ടുണ്ട്. എന്തായാലും അതിന്റെ വിക്ഷേപണം കഴിഞ്ഞിട്ട് സംഭവങ്ങൾ വരട്ടെ അല്ലേ? സത്യം, നമുക്ക് ഇതിന്റെ ഹിന്ദി റിയാക്ഷൻ ചെയ്യാം. ധ്രുവ സർജ നായകനാവുന്ന സിനിമയാണ്. എന്തായിരിക്കും എന്നുള്ളത് ടീച്ചർ നമ്മളെ ഞെട്ടിച്ചു. ട്രെയിലർ എന്തായിരിക്കും എന്നുള്ളതൊന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കാം. ജസ്റ്റ് ഇമാജിൻ ചെയ്യുന്ന നമുക്ക് കാണാലോ. പിന്നെ അല്ല, ട്രെയിലർ ഏതാണ്ട് വ്യക്തമാവുമല്ലോ കാര്യങ്ങൾ. എന്താടാ കുറച്ച് താത്തി വെക്കുകയാണെങ്കിൽ ഒരു സുഖം ഉണ്ടാവും കാണാനേ. ഓക്കെ, റെഡി. അപ്പൊ കാണാം. എന്തോ അലേർട്ടൊക്കെ ഉണ്ടല്ലോ. മോസ്കോ, ഹോങ്കോങ്, സിഡ്നി, തുർക്കി, ബെർലിൻ, KGF. वो इंडियन हमारे पाकिस्तान की जमीन पे आके क्राइम करता है, उसको यहाँ पाकिस्तान आना ही क्राइम है। उसका इंडियन टैटू दोनों को मिटा दो। ടീച്ചറിലുണ്ടല്ലേ? ഒരു 1.5 മുതല് Heavy note of it's a lovely invitation to if you talk quick we might fall. Sorry, I don't give a fuck. The whole line take a clean street down to your gut. സ്റ്റോറി അല്ലേ? അവിടെ കേറി പോയി. ഒരു സൈസ് സാധനം. Don't teach father how to. അത് കലക്കിയത്. അത് കിട്ടില്ലാണല്ലോ ഡയലോഗ്. എത്ര ഭാഷയിലടാ? ഒക്ടോബർ 11. എല്ലാത്തിലും ഒരു ഫ്രഞ്ച് കിസ് ആയിരിക്കും കാണുന്നത്. ഇത് നേരെ തിരിഞ്ഞ് ഐറ്റം വേറെയാണ്. അതിനുള്ള സാധനം ഉണ്ട്. അത് എത്ര ഭാഷകളാണ്? അതൊന്ന് നോക്കാം. കറക്റ്റ് ഡയലോഗാണല്ലോ. ഡയലോഗ് കേൾക്കാം. കന്നഡ. അതാ 13 ഭാഷ ഞാൻ എണ്ണിയത് കേട്ടോ. അത് 14 എണ്ണിയായിരുന്നു. എന്നിട്ട് അതിൽ നിന്ന് ഒന്ന് കുറച്ചു. സംഭവം രക്ഷയില്ല കേട്ടോ. ഭീകര ട്രെയിലർ. കൊടൂരൈറ്റം. അർജുന്റെ കയ്യിൽ ഇങ്ങനത്തെ മരുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോ സംശയം എന്താണെന്നറിയോ? ഇത് സംവിധാനം ചെയ്യുന്നത് അർജുൻ തന്നെയാണോന്നാണ്. അതിന്റെ എനിക്ക് അങ്ങനെ സംശയമുണ്ട്. തീർച്ചയായും എനിക്ക് അങ്ങനെ സംശയമുണ്ട്. സംശയം അങ്ങനെ ഉണ്ടെങ്കിൽ സ്റ്റോറിയും സ്പെഷ്യലായിട്ട് എഴുതുന്നെങ്കിൽ അതിനർത്ഥം എന്താണ്? ആളാണോ സംവിധാനം? നോക്കാലോ. ഗൂഗിൾ എടുക്കൂ. അല്ല, ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ തന്നെ നോക്കിയാൽ മതി. നമുക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടോന്ന് അറിയണല്ലോ. സത്യം ഉണ്ടോ? അതൊരു സത്യം. അർജുൻ സമാധാനമായല്ലോ, സന്തോഷമായല്ലോ. അല്ല, അത് ധ്രുവ സർജി അല്ലല്ലോ, അർജുൻ സർജി അല്ലല്ലോ. അർജുൻ സർജയാണത്. ആണോ? പിന്നല്ലാണ്ട് അർജുൻ സർജ എന്തിനാ സ്പെഷ്യൽ കൊടുത്തത്? ചേട്ടാ, AP അർജുൻ എന്ന് പറയുന്നത് തന്നെയാണ് അർജുൻ, നമ്മുടെ നടൻ. പക്ഷെ രണ്ടും എന്തിനു സ്പെഷ്യൽ എഴുതി എന്നുള്ളതാണ്. അത് സ്ക്രിപ്റ്റും ആള് തന്നെയാണെന്ന് കാണിക്കാൻ വേണ്ടി എഴുതിയതായിരിക്കും. അല്ല, അപ്പൊ രണ്ടും ഒരുമിച്ചല്ലേ എഴുതുക?
ഷെടാ ഇത് അതിന്റെ ഇടയ്ക്ക് കാണിച്ചു നേരത്തെ ഇപ്പൊ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. എന്നാ പിന്നെ എന്താ ഡൗട്ട് വന്നു. അതായത് ദൈവം അർജുൻ സർജ എന്നുള്ളതാണല്ലോ ആള് എപ്പോഴും കൊടുക്കാറുള്ളത് അല്ലേ? ആണ്. അപ്പൊ അർജുൻ സർജ സ്റ്റോറി, ഡയറക്ഷൻ AP അർജുൻ, അങ്ങനെ എന്തുകൊണ്ട് വന്നു എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. നീ അങ്ങനെ ആണോ? നീ എന്നെ കൂടി കൺഫ്യൂസ്ഡാക്കിയോ? നമ്മളിത് റിയാക്ഷൻ ചെയ്ത സമയത്ത് അതിനുശേഷം നമുക്ക് അറിയാവുന്ന ഇതിന്റെ ഒരു അറിവ്, ഇതിന്റെ സ്റ്റോറി അർജുൻ എന്നുള്ളതാണെന്ന് തോന്നുന്നു. ഇത് ഡയറക്ഷൻ ചെയ്യുന്നത് അർജുനല്ല തോന്നുന്നത്. എന്തായാലും കമന്റ് ബോക്സിൽ പറയും ആരാണെന്നുള്ള. അല്ല, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ നമ്മള് പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കും. അവരത് ക്ലിയർ ചെയ്തിട്ട് തരും. നമ്മൾ കമന്റ് ബോക്സിലേക്ക് നോക്കാറാണ്. അതെ, ഞങ്ങൾക്ക് അത് തെറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തുന്നത് നിങ്ങളാട്ടോ ശരിക്കും. അപ്പം തെറ്റ് നമ്മൾ പറഞ്ഞ തെറ്റാണെന്നുണ്ടെങ്കിൽ അപ്പം പറയണേ. എന്താണെങ്കിലും ട്രെയിലർ അന്യായ സാധനം കേട്ടോ. മേക്ക് ചെയ്തിരിക്കുന്നതും എല്ലാം ഒരു രക്ഷയല്ല. ഒരു ഇംഗ്ലീഷ് സിനിമേന്റെ ഒക്കെ ട്രെയിലർ കണ്ട് തീർത്ത പോലെ ഉണ്ട്. ഇത് ഏത് ഐറ്റം എന്ന് പറയാൻ പറ്റില്ല. ഇത് ഏത് ഭാഷയിൽ നിന്ന് വരുന്ന ഐറ്റം എന്നുള്ളത് പറയാൻ പറ്റാത്ത മനസ്സിലാവൂല. അങ്ങനത്തെ എന്താ പറയാ, ഈ ബ്രഹ്മാണ്ടം എന്നൊക്കെ പറയില്ല, ആജാതി ഒരു സാധനം. അതും നായകനാണെങ്കിൽ അതിനേക്കാട്ടിലും വലുത്. എൻ്റെ അമ്മോ, നായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഭീകരം. ഒരു വലിയൊരു കൊമ്പൻ ഇളകി, ഒരു അമാനുഷികനായിട്ടുള്ള ഒരു മനുഷ്യൻ അല്ലേ? എന്താണ് അതിന് പറയാ, എന്തൊരു സൈസും. സൈസ് ഭീകരം. പിന്നെ അത് മാത്രല്ല, ആ ഒരു സ്ക്രീൻ പ്രസൻസും അവരുടെ ഒരു ഓറ ഉണ്ടല്ലോ, അതാണ് ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത്. കണ്ണൊക്കെ ഇങ്ങനെ ചുമന്നിട്ട് ഡയലോഗ് ഡെലിവറി ആണെങ്കിലും ഇപ്പൊ ലാസ്റ്റത്തെ ഒരൊറ്റ സീൻ മതി, ആ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്ന സീൻ. എന്താണ് ആ സാധനം, വായിൽ നിന്ന് അതുപോലെ തന്നെ നീര് വന്നു. പട്ടീന്റെ വായിന്ന് വരുന്നത് ആളുടെ താടിയിൽ ഇങ്ങനെ വിറ്റിങ്ങനെ നിൽക്കുന്ന ഭീകരമായിട്ടോ സാധനം ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല രസമായിട്ടുണ്ട്. ഒരു സീനിലേ ഒരാളെ ബ്ലഡ് എല്ലാം കൂടി തെറിക്കുന്നത് ഭീകരാണത്. ഗംഭീര സാധനം. അയ്യോ, ഇത്രയും പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ ഒന്നൊന്നര സാധനമായിരുന്നു. അതൊക്കെ മേലാണ് ട്രെയിലർ. ടീച്ചറിൽ ഉണ്ടായിരുന്ന 1-2 സാധനങ്ങൾ കട്ടിങ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്ന സീന്, പിന്നെ 2 മറ്റേ WW ടീംസ് ഇല്ലേ, ആ ടീമുകളെ ഇങ്ങനെ ബാക്ക് സൈഡിൽ നിന്ന് കാണിക്കുന്നുണ്ട്. അവരുമായിട്ടുള്ള ഫൈറ്റ് ആയിരുന്നു ടീച്ചറിൽ ഉണ്ടായിരുന്നത്. എന്തായാലും കൊടൂരൈറ്റം, ശരിക്കും നമുക്ക് ഇങ്ങനെ ഞെട്ടിത്തരിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഐറ്റം ആണെന്ന് തോന്നുന്നു. എന്തായാലും ഒക്ടോബർ 11-നാണ് സിനിമ റിലീസാവുന്നത്. വമ്പൻ ക്ലാഷാണ് കങ്കുവിന്റെ കൂടെ. ഓരോ ദിവസം ഗ്യാപ്പ് ഇട്ട് നന്നായി. അത് തന്നെ ഒരു സമാധാനം. സമയം തന്നിട്ടുണ്ട്. അതെ, പിന്നെന്താ, അതെന്തായാലും തകർത്തു. എന്നാലും എന്റെ സംശയം ഈ AP അർജുൻ ആരാണെന്നുള്ളതാണ്. അതൊരു ചോദ്യം തന്നെയാണ്, കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അത് വേറെ ഡയറക്ടർ വേറെയാണ്. എന്തൊക്കെയാണ് സംഭവം നമുക്ക് കമന്റിലേക്ക് നോക്കാം, അവിടെ ശ്രദ്ധിക്കാം ഇനി. അതെ, അവിടെ ശ്രദ്ധിക്കാം. അപ്പൊ എന്തായാലും ശ്രദ്ധിക്കുന്നുണ്ട് അണ്ണ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തരാം. ബൈ.